പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, സന്യാസത്തിൻ്റെ സൗന്ദര്യം എന്ന ഈ പ്രത്യേക ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. സമർപ്പിതർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ശുശ്രൂഷ എന്ന രീതിയിൽ ഇതാരംഭിച്ചതാണെങ്കിലും പിന്നീട് ഇതിൽ യാദൃച്ഛികമായി പങ്കെടുക്കാൻ ഇടയായ ചില അൽമായരുടെ പ്രതികരണത്തിലൂടെ ഇത് സഭയിലുള്ള എല്ലാവരിലേക്കും ചെല്ലുന്നത് ഏറെ അനുഗ്രഹപ്രദമാണെന്ന് അനുഭവപ്പെടുകയാണ്. വാസ്തവത്തിൽ 2-3 ആഴ്ചകൾക്ക് മുമ്പുണ്ടായ ചില പ്രത്യേക പ്രചോദനങ്ങളും അനുഭവങ്ങളുമാണ് ഇപ്രകാരം ഒരു ശുശ്രൂഷയ്ക്ക് ആധാരമായി നിൽക്കുന്നത്. ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതി മൂലമാകണം ചില സന്യാസ ഭവനങ്ങൾ അടുക്കളടുക്കൾ സന്ദർശിക്കാനുള്ള ഒരു അവസരമുണ്ടായി. എനിക്ക് കുറച്ച് അടുത്ത പരിചയമുള്ള സിസ്റ്റേഴ്സ്, വളരെ ഉയർന്ന അധികാരസ്ഥാനത്തിരിക്കുന്നവർ, അതുപോലെ തന്നെ വളരെയേറെ ആഴത്തിൽ ആത്മീയ ജീവിക്കുന്നുണ്ട് എന്ന് എനിക്ക് വളരെ അടുത്തറിയാവുന്നവർ, അങ്ങനെയൊക്കെയുള്ളവരുമായിട്ട് സംസാരിക്കവേ ദൈവവിളികൾ കുറഞ്ഞു പോകുന്നതിനെക്കുറിച്ചും സന്യാസ സ്ഥാപനങ്ങളൊക്കെ വെറുതെ കിടക്കുന്നതിനെക്കുറിച്ചുമൊക്കെ സംസാരത്തിൽ കടന്നു വരികയുണ്ടായി. അപ്പോൾ അവർ പങ്കുവെച്ച കാര്യം, അവർ പങ്കുവെച്ച വാക്കുകൾ മാത്രമല്ല, അവരുടെ മുഖത്തെയും ഭാവഭേദങ്ങളൊക്കെ ശ്രദ്ധിച്ചപ്പോൾ കണ്ട കാര്യം വളരെ നിരാശയും അസ്വസ്ഥതയുമായിരുന്നു. ഒരു സിസ്റ്റർ പറഞ്ഞത്, ഇനി ദൈവം എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ, എല്ലാം തീർന്നു, ഇനി മുന്നോട്ടൊന്നും ഒന്നുമില്ല, എല്ലാത്തിൻ്റെ ഏതാണ്ട് അവസാനമായിരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത. വാസ്തവത്തിൽ ഇവരിൽ നിന്ന് മാത്രമല്ല, പല സന്യസ്തരിൽ നിന്നും സമർപ്പിതരിൽ നിന്നും ഇപ്രകാരമുള്ള വാക്കുകളും നിലപാടുകളും മുമ്പ് തന്നെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. 2002 കേരളത്തിലെ ഒരു പ്രമുഖ മാഗസിൻ നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ, ഒരു സർവേയിൽ, അന്ന് കേരളത്തിലെ പ്രമുഖമായ സന്യാസഭകളുടെ മദർ ജനറലും അല്ലെങ്കിൽ സുപ്പീരിയേഴ്സുമൊക്കെ സന്യാസിൻ്റെ ഭാവിയെക്കുറിച്ച് പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അവരെല്ലാം തന്നെ പറഞ്ഞിരുന്നത് 10-15 വർഷങ്ങൾക്കുള്ളിൽ ഈ സന്യാസ സ്ഥാപനങ്ങളൊക്കെ, സന്യാസ ഭവനങ്ങൾക്ക് നിലച്ചു പോകാനാണ് സാധ്യത. അൽമായരൊക്കെ ഈ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കാനാണ് സാധ്യത. ഒരാളിൽ നിന്ന് പോലും ഈ സന്യാസത്തിന് ഒരു ഭാവിയുണ്ട് എന്നുള്ള പ്രത്യാശജനകമായ വാക്കുകൾ കേൾക്കാനിടയായില്ല. അങ്ങനെ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ കേട്ട ഒരിടത്തു നിന്നും, ഒരു പ്രഭാഷണങ്ങളിൽ നിന്നോ ഒന്നും സന്യാസത്തിനൊരു ഭാവിയുണ്ടെന്നോ ശ്രേഷ്ഠമായ ഭാവിയുണ്ടെന്നോ ഒന്നും ഞാൻ കേട്ടിട്ടില്ല. ഇപ്പം കേൾക്കുന്ന കാര്യങ്ങൾ മുഴുവൻ സന്യാസം ഇതാ എല്ലാം തീരാൻ വേണ്ടി പോകുന്നു, എല്ലാം അവസാനിക്കാൻ വേണ്ടി പോകുന്നു. അവരെ സംബന്ധിച്ച് അവരങ്ങനെ ചിന്തിക്കുന്നതിന് ഒത്തിരിയേറെ കാരണങ്ങൾ അവർക്കുണ്ട്. ദൈവവിളികൾ കുറയുന്നു, ഈ പറഞ്ഞതുപോലെ അവരുടെ സമൂഹത്തിലുള്ളത് പ്രായമായവർ, ഈ സ്ഥാപനങ്ങളൊക്കെ ഇനി ആര് നടത്തിക്കൊണ്ട് പോകും, അവരുടെ നിന്ന് ഒത്തിരി മോശപ്പെട്ട അനുഭവങ്ങളൊക്കെ ചിലയിടങ്ങളിൽ നിന്നുണ്ടാകുന്നു. അതിനെ ചാനലുകളൊക്കെ പർവ്വതീകരിച്ച് കാണിക്കുന്നു. ചാനലുകൾ പ്രത്യേകമായിട്ട് സന്യസ്തരെ ടാർഗറ്റ് ചെയ്യുന്നു. ഒത്തിരിയേറെ കാര്യങ്ങൾ അവരെക്കുറിച്ച് നല്ലത് പറയാൻ വേണ്ടി, അവരുടെ നന്മ ഉയർത്തി കാണിക്കാൻ വേണ്ടി, അവർക്ക് പ്രത്യാശ പകരാൻ വേണ്ടി, അവർക്ക് മികച്ച ഭാവി ഉണ്ടെന്ന് പറയാൻ വേണ്ടി അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും കാണപ്പെടുന്നുമില്ല. സ്വാഭാവികമായും ഒത്തിരി നിരാശജനകമായ അസ്വസ്ഥകരമായൊരവസ്ഥ. അപ്പോൾ ഈ സംഭാഷണമെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് പരിശുദ്ധാത്മാവ് പെട്ടെന്ന് കുറച്ചധികം ചിന്തകൾ, ധ്യാന ചിന്തകൾ, സന്ദേശങ്ങൾ, പ്രത്യേകിച്ച് സന്യസ്തർക്ക് നൽകാൻ വേണ്ടിയുള്ള കുറച്ചധികം സന്ദേശങ്ങൾ ഈശോ നൽകിയത്. അതിൻ്റെ ഭാഗമായി വളരെ പെട്ടെന്ന് തന്നെ ഒരു 2-3 ദിവസത്തെ ഒരുക്കത്തിന് ശേഷം ഓൺലൈനിൽ കൂടി ഒരു ശുശ്രൂഷ നടത്തുന്നതായിട്ട് നമ്മൾ അറിയിച്ചു. സന്യാസത്തിൻ്റെ സൗന്ദര്യം എന്ന പേരിലായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ 500-ലധികം, എനിക്ക് തോന്നുന്ന 1000-700 പേര് ബുക്ക് ചെയ്തു. ചിലരൊക്കെ ചിലയിടത്ത് ഭവനങ്ങളിലുള്ള 10-15 പേരൊക്കെ ഒരുമിച്ചിരുന്നാണ് ആ ശുശ്രൂഷയിൽ പങ്കെടുത്തത്. അങ്ങനെ എനിക്ക് തോന്നുന്നത് 1000-ലധികം പേരെങ്കിലും ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയുണ്ടായി. അതിനുശേഷം അവർ അതിൻ്റെ ഫീഡ്ബാക്ക് പങ്കുവെച്ചത് എന്നെ ഒത്തിരിയേറെ ചിന്തിപ്പിച്ചു. തീർച്ചയായിട്ടും എനിക്കൊന്നുണ്ടായ പ്രചോദനം പരിശുദ്ധാത്മാവിൽ നിന്നാണെന്ന് എനിക്ക് ശക്തമായി ഉറപ്പ് ലഭിക്കുകയും ചെയ്തു. ഇപ്രകാരം ഒരു സന്ദേശം തങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യകതയായിരുന്നു. അത്രമാത്രം നിരാശപ്പെട്ട അവസ്ഥയിലായിരുന്നു. ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ പ്രത്യാശ കൊണ്ട് നിറഞ്ഞു. ഇതെല്ലാം സന്യസ്തരും കേൾക്കേണ്ടതാണ്, എല്ലായിടത്തും എത്തേണ്ടതാണെന്ന് അവരൊക്കെ തന്നെ
പങ്കുവെക്കുകയുണ്ടായി. അതിനുശേഷം വീണ്ടും ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ മറ്റൊരു ശുശ്രൂഷകൾ ക്രമീകരിച്ചു. അവിടെയും കുറച്ച് സിസ്റ്റേഴ്സ് കുറച്ച് സമർപ്പിതർ വൈദികർ സിസ്റ്റേഴ്സും പങ്കെടുക്കുകയുണ്ടായി. അവരും ഈ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് നടത്തിയത്. ഈ ക്ലാസ് കേൾക്കുന്ന സമയത്തിന് ഒത്തിരിയേറെ പ്രത്യാശ കൊണ്ട് നിറഞ്ഞു ജ്വലിച്ചു എന്ന അനുഭവങ്ങൾ പങ്കുവെച്ചത് പലരാണ്. അപ്പോൾ ആ ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ പിന്നീട് പരിശുദ്ധാത്മാവ് പ്രചോദനം നൽകിയത് സന്യാസത്തിൻ്റെ സൗന്ദര്യം എന്ന പേരിൽ ഒരു പുസ്തകം രചിക്കാൻ വേണ്ടിയായിരുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് ആ പുസ്തക രചനയിലായിരുന്നു ഞാൻ. അന്ന് മുൻപ് ഓൺലൈനായിട്ട് പങ്കുവെച്ച ആശയങ്ങൾ ഉൾപ്പെടെ കുറച്ചധികം, പിന്നീട് പുസ്തകം എഴുതായിരുന്നപ്പോൾ കുറച്ചധികം കാര്യങ്ങൾ കൂടി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയുണ്ടായി. അതെല്ലാം അങ്ങോട്ട് ഒരുമിച്ച് ചേർത്ത് സന്യാസിൻ്റെ സൗന്ദര്യം എന്ന പുസ്തകം തയ്യാറാക്കി അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ യൂട്യൂബിൽ കൂടി ഈ രീതിയിലുള്ള ഒരു ലഘു സന്ദേശം കൂടി പങ്കുവയ്ക്കണമെന്നുള്ളൊരു പ്രേരണ ഉണ്ടായി. അങ്ങനെയാണ് ഈ ക്ലാസ്സിലേക്ക് വരുന്നത്. പ്രിയമുള്ളവരെ, അടിസ്ഥാനപരമായ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഒരു വ്യക്തിക്കാകട്ടെ സമൂഹത്തിനാകട്ടെ നാശമടയാനുള്ള അടിസ്ഥാന കാരണം അല്ലെ അടിസ്ഥാന വഴി തന്നെക്കുറിച്ച് മോശമായി ചിന്തിച്ചു തുടങ്ങുന്നതാണ്. നമുക്ക് വീഴ്ചകൾ ഉണ്ടായി എന്നതുകൊണ്ട് നമ്മൾ നശിക്കണമെന്നില്ല. നമുക്ക് ആവർത്തിച്ച് വീഴ്ചകൾ ഉണ്ടായതുകൊണ്ട് നമ്മൾ നശിക്കണമെന്നില്ല. നേരെ മറിച്ച് ആ വീഴ്ചകളുടെ കാരണത്താൽ ഞാൻ ഇനി നശിച്ചു പോവുകയേ ഉള്ളൂ എന്ന് മനസ്സിലേക്ക് നമ്മൾ ബോധ്യങ്ങൾ കയറ്റി കൊടുത്ത് ഞാൻ നശിച്ചു പോകും എന്ന് ആവർത്തിച്ച് മനസ്സിനോട് പറഞ്ഞ് അങ്ങനെ ഞാൻ ഇനി നശിച്ചു പോവുകയേ ഉള്ളൂ എന്ന് ഉറപ്പിച്ച ഒരു മനസ്സിനെ ഇനി ആർക്കും രക്ഷിക്കാൻ സാധ്യമല്ല. അപ്പോൾ വീഴ്ചകളല്ല, പ്രശ്നങ്ങളല്ല, കുറവുകളല്ല, മറിച്ച് തന്നെക്കുറിച്ച് മോശമായിട്ട് ചിന്തിച്ചു തുടങ്ങുന്നിടത്ത് അതൊരു ബോധ്യമായ ഉള്ളിലേക്ക് ഏറ്റെടുക്കുന്ന ഇടങ്ങളിൽ പിന്നെ രക്ഷയ്ക്കുള്ള സാധ്യത പോവുകയാണ്. അപ്പോൾ സന്യാസത്തെ സംബന്ധിച്ച് സന്യാസം നാശത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ കാരണം, കൂടുതൽ ജീർണതയിലേക്ക് പോകുന്നുണ്ടെങ്കിൻ്റെ കാരണം അതിൽ വീഴ്ചകളോ വരുന്നതുകൊണ്ടല്ല, മറിച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കൊണ്ട് ഈ സന്യാസം തീർന്നു പോകും, നശിച്ചു പോകുമെന്നൊരു ചിന്ത, ഒരു ബോധ്യം ഉള്ളിലേക്ക് സ്വീകരിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾ വലിയ അപകടകാരിയാണ്. ഒത്തിരിയേറെ പ്രത്യാശ നശിച്ചു കഴിഞ്ഞാൽ ഒത്തിരിയേറെ കാര്യങ്ങൾ, പരിണിതഫലങ്ങളുണ്ടാകും. ഒന്ന്, ആ വ്യക്തിയിലുള്ള ശ്രേഷ്ഠമായ കഴിവുകളെല്ലാം നിലച്ചുപോകും, മങ്ങിപ്പോവും. വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രേഷ്ഠമായ കഴിവുകളെല്ലാം പിന്നെ മങ്ങിപ്പോവും. ആ കഴിവുകളൊന്നും വേണ്ടി പുറത്തു വരികയില്ല. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാൻ വേണ്ടി ഒരു ജീവിതം നയിക്കും. എന്ന് മാത്രമല്ല, തന്നിലുള്ള നിരാശ ചുറ്റുപാടുകളിലേക്ക് ആ വ്യക്തി ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കും. ആ വ്യക്തിയുടെ സംസാരത്തിൽ കൂടിയും നിലപാടുകൾ കൂടിയും കൂടെയുള്ളവർക്കും കൂടി ഒരു നിരാശയുടെ ഒരവസ്ഥ ഉണ്ടാകും. അവരുടെയും പ്രത്യാശ നശിച്ചുകൊണ്ടിരിക്കും. എന്ന് മാത്രമല്ല, ഏതാണെങ്കിലും നശിച്ചു പോവുകയാണെന്ന് വിചാരിച്ചുകൊണ്ട് അവർ ബോധപൂർവം തന്നെ തങ്ങളായിരിക്കുന്ന ഇടങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി കൂടിയും ശ്രമിക്കും. അങ്ങനെ പ്രത്യാശ നശിച്ച മനുഷ്യനേക്കാൾ അപകടകാരിയായി ആരുമില്ല. പ്രത്യാശയുടെ ഫലം വളരെ ഉന്നതമാണെങ്കിൽ നിരാശയുടെ ഫലം വളരെ അപകടകരമാണ്. അപ്പം സന്യസ്തർ സഭയ്ക്ക് ആരാണ് എന്ന് ചിന്തിച്ചു കഴിയുമ്പോൾ അവരെ നിരാശ ബാധിച്ചു കഴിഞ്ഞാൽ, അവർക്ക് പ്രത്യാശ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് സഭയ്ക്ക് എന്തുമാത്രം അപകടകരമാണ് എന്നത് അത്ര പറഞ്ഞറിയിക്കാൻ പോലും സാധ്യമല്ല. കാര്യം ശരിയാണ്. കത്തോലിക്കാ സഭയിൽ 99% അൽമായരാണ്. സന്യസ്തരൊക്കെ 1% പോലും ഇല്ല, വൈദിക സന്യസ്തരെ ഒരുമിച്ചെടുത്തു കഴിഞ്ഞാൽ പോലും. എന്നാൽ ഈ 1% താഴെ വരുന്ന സന്യസ്തർക്ക് പ്രത്യാശ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് സഭയെ ആകമാനം ഒരു വിഷാദത്തിലേക്ക് നയിക്കുമെന്നതാണ് സത്യം. ഞാനൊരു ചെറിയ സംഭവം അറിയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് അത് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുമായിരിക്കും. വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കുന്ന സമയത്ത് അടുത്തുള്ള ഒരു ഇടവക പള്ളിയിൽ പരിശുദ്ധ കുർബാനയ്ക്ക് പോകുമായിരുന്നു. ഒരു 150-200 പേര് ഇടദിവസങ്ങളിൽ പോലും വരുന്ന ഒരു ദേവാലയം. അവിടെ ഒരു 10-ൽ താഴെ സിസ്റ്റേഴ്സും വരുമായിരുന്നു. ഒരു ദിവസം ഞാൻ കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ സിസ്റ്റേഴ്സ് ആരും കുർബാനയ്ക്ക് വന്നിട്ടില്ല. എന്തോ കാരണങ്ങൾ കൊണ്ട് അവർ വന്നിട്ടില്ല. അന്ന് ഞാൻ ശ്രദ്ധിച്ചത്, പള്ളിയിൽ പ്രാർത്ഥനകൾക്ക് സ്വരം കുറവ്, പാട്ട് പാടാൻ വേണ്ടി ആരുമില്ല. ഇടയ്ക്ക് ചില മുഖ്യ മൂളിയൊക്കെ പാട്ട് പാടുന്നു, ഒരു താളമൊന്നുമില്ല.
കാര്യം പറഞ്ഞാൽ 150-200 വിശ്വാസികളിടയിൽ 10 സിസ്റ്റേഴ്സ് എന്നുള്ളൊരു ചെറിയ ഗണമാണ്. പക്ഷെ ആ 10 പേരില്ലാത്തതിൻ്റെ ഒരു ശൂന്യത, ഒരു മരവിപ്പ് അവിടെ പ്രകടമായിരുന്നു. പ്രിയമുള്ളവർ, ഇത് കത്തോലിക്കാ സഭ മുഴുവൻ്റെയും ഒരു പ്രതീകമാണ്. കത്തോലിക്കാ സഭയിൽ 99% അൽമായരാണെങ്കിലും 1% താഴെ മാത്രമേ ഈ സന്യസ്തർ ഉള്ളൂ എങ്കിലും അവർ നിറം മങ്ങിപ്പോയാൽ, അവരില്ലാതെ വന്നു കഴിഞ്ഞാൽ ഒരു വലിയ ശൂന്യാവസ്ഥ, ഒരു മരവിച്ച അവസ്ഥ സഭയെ ബാധിക്കുമെന്ന് തീർച്ചയാണ്. അവരുടെ ഉയർച്ച, അവരുടെ ഉണർവ് സഭയെ ആകമാനം ഉണർവിലേക്ക് നയിക്കുമെന്ന് തീർച്ചയാണ്. ആദിമ കാലഘട്ടം മുതൽ സഭ പല പല കാലഘട്ടങ്ങളിൽ കത്തോലിക്കാ സഭ ജീർണതയിലേക്ക് വന്ന സമയങ്ങളിലെല്ലാം ഏതെങ്കിലും സന്യാസ വ്യക്തികളിലൂടെ, സന്യാസ സ്ഥാപകരിലൂടെ, സന്യാസ സമൂഹങ്ങളിലൂടെയാണ് സഭയെ ഉത്തേജിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് തിരുമനസ്സായത് എന്നത് നമ്മൾ സഭാചത്വം പഠിക്കുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ സമർപ്പിതർക്ക് പ്രത്യാശ പകരുന്ന ചില ചിന്തകളാണ് സന്യാസിൻ്റെ സൗന്ദര്യമെന്ന ശുശ്രൂഷയിൽ നമ്മൾ പങ്കുവെക്കുന്നത്. ഇത് 3 രീതിയിലാണ്. ഒന്ന്, നമ്മളിപ്പോൾ ചെയ്യുന്നത് പോലെ ഇങ്ങനെയുള്ള ചെറിയ ക്ലാസ്സുകളായി, ചെറിയ ക്ലാസ്സിൽ കൂടി ചില ചിന്തകൾ പങ്കുവെക്കുന്നു. രണ്ടാമതായി, സന്യാസിൻ്റെ സൗന്ദര്യം എന്നൊരു പുസ്തകം തയ്യാറായെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. മൂന്നാമതായിട്ട്, സന്യാസിൻ്റെ സൗന്ദര്യം എന്ന പേരിൽ തന്നെ 6 ദിവസത്തെ ഒരു ധ്യാന ശുശ്രൂഷ തന്നെ സമർപ്പിതർക്ക് വേണ്ടി നമ്മൾ ഒരുക്കുന്നുണ്ട്. അവർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ സന്യാസ ഭവനങ്ങളിലെത്തി 6 ദിവസത്തേക്ക് ഇവിടെ ചെറിയ പോയിന്റായിട്ട് പറയുന്ന കാര്യങ്ങൾ അതിന് ആഴത്തിലുള്ള ധ്യാനങ്ങളിലേക്ക് നയിച്ച്, ആഴത്തിൽ ഒരു താപസികമായ രീതിയിൽ ധ്യാനിച്ച് ഈ പറയുന്ന ബോധ്യങ്ങൾ ഉള്ളിലേക്ക് സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ധ്യാനമാണ്. കാരണം ഈ അടുത്ത ദിവസങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് ശക്തമായ രീതിയിൽ സന്യാസിൻ്റെ സൗന്ദര്യം, അവരുടെ ആവശ്യകത, അവരുടെ അനന്യത, അവർ സഭയ്ക്ക് എന്തുമാത്രം അത്യാവശ്യമാണ്, അവരുടെ അഭാവം സഭയെ എത്രമാത്രം ശൂന്യാവസ്ഥയിലേക്ക് നയിക്കും, മരവിപ്പിലേക്ക് നയിക്കുമെന്നൊക്കെ ബോധ്യം തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഏതാനും ചില ചിന്തകൾ മാത്രം പ്രത്യാശയ്ക്കുള്ള ചില കാരണങ്ങൾ മാത്രം പങ്കുവെക്കുകയാണ്. സന്യസ്തർക്ക് പ്രത്യാശയ്ക്കുള്ള ചില കാര്യങ്ങൾ മാത്രം പങ്കുവെക്കുകയാണ്. ഞാൻ ഈ ചിന്തകൾ പങ്കുവെക്കുന്നതിന് ആധാരമായിട്ടുള്ളത് പരിശുദ്ധാത്മാവ് നൽകുന്ന ആ ഒരു വെളിപാടും നിവേശനങ്ങൾക്ക് അതിനേക്കാൾ ഉപരിയായി സഭയുടെ ചില പ്രബോധനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. ഏറ്റവും പ്രധാനമായിട്ട് 2-ാം വത്തിക്കാൻ കൗൺസിലിലെ സന്യാസ ജീവിതത്തെക്കുറിച്ചുള്ള ആ ഒരു ഡിഗ്രി, അതിലെ ചില പ്രബോധനങ്ങൾ 2015 ആ കാലഘട്ടങ്ങളിലാണ് പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ സമർപ്പിത വർഷം പ്രഖ്യാപിച്ചത് നിങ്ങൾക്കറിയാം. അതുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിസ് പാപ്പ ഒരു അപ്പസ്തോലി ലേഖനം പുറത്തിറക്കുകയുണ്ടായി, ആനന്ദിച്ച് ആഹ്ലാദിക്കുക എന്ന പേരിൽ. അതിലെ ഒരു പ്രബോധനം മനോഹരമാണ്. വാസ്തവത്തിൽ നമ്മളുടെ ഈ സന്യാസ സൗന്ദര്യം എന്ന ശുശ്രൂഷയ്ക്ക് ആധാരമായി തന്നെ ഉപയോഗിക്കുന്ന ഒരു പ്രബോധനമാണത്. അതിങ്ങനെയാണ്, പരിശുദ്ധ പിതാവ് പറയുകയാണ്: കഴിഞ്ഞ കാലങ്ങളിലെ ദൈവിക നടത്തിപ്പിനെയും കൃപാവരങ്ങളെയും കൃതജ്ഞതയോടെ നോക്കിക്കാണുക. വർത്തമാന കാലത്തെ പ്രേക്ഷിത തീഷ്ണതയോടെ ജീവിക്കുക. ഭാവിയെ പ്രത്യാശയോടെ വരവേൽക്കുവാൻ തയ്യാറെടുക്കുകയും ചെയ്യുക. വാസ്തവത്തിൽ ഈ 3 കാര്യങ്ങൾ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സമർപ്പിത ജീവിതം വളരെ പ്രത്യാശ നിറഞ്ഞതാകും. അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ നമ്മൾ ആ പുസ്തകത്തിലൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുന്ന പുസ്തകം നമ്മുടെ ഈ ശുശ്രൂഷയ്ക്ക് ഒരു ആധാരമായിട്ട് നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. ഏറ്റവും അധികമായിട്ട് ഈ ശുശ്രൂഷയെ നമ്മൾ ആശ്രയിക്കുന്നത് വിശുദ്ധനായ ജോൺ ബോൾ 2-ാമൻ മാർപ്പാപ്പയുടെ വിത്ത കോൺസക്രേത്ത, അതായത് സമർപ്പിത ജീവിതം എന്നുള്ള ആ രേഖയാണ്. അതിലെ ചില പ്രബോധനങ്ങൾ ഒത്തിരിയേറെ, പ്രത്യേകിച്ച് നേരത്തെ ഒന്ന് വായിച്ചിട്ടുണ്ടെങ്കിലും നേരത്തെ അതിൻ്റെ 110-ാമത്തെ കണ്ണിക ഇപ്പോൾ ഓർമ്മിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ 110-ാമത്തെ കണ്ണിക വായിച്ച സമയത്ത് സന്യാസത്തെക്കുറിച്ച് തോന്നിയ ഒരു വലിയ ഒരു ആനന്ദം. ഇപ്പോൾ വീണ്ടും ആ പുസ്തകം വായിക്കുന്ന സമയത്ത് അതിലെ പല പ്രബോധനങ്ങൾ, വാസ്തവത്തിൽ സന്യസ്തരൊക്കെ ആ പുസ്തകം ശാന്തമായി ധ്യാനപൂർവ്വം പരിശുദ്ധാത്മാവിൽ വായിച്ചു കഴിഞ്ഞാൽ എന്തുമാത്രം പ്രത്യാശ കൊണ്ട് നിറയും, എന്തുമാത്രം ബോധ്യങ്ങൾ കൊണ്ട് നിറയും എന്ന് ഞാൻ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ശുശ്രൂഷ പങ്കെടുത്ത ശേഷം നിങ്ങൾ ആ പുസ്തകം ഒന്ന് ശാന്തമായിട്ട്, പ്രത്യേകിച്ച് സന്യാസ സമൂഹങ്ങളൊക്കെ ഗ്രൂപ്പായിട്ടൊക്കെ ഒന്ന് വായിക്കുന്നത് ഒത്തിരിയേറെ അനുഗ്രഹപ്രദമായിരിക്കും എന്നും കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമർപ്പിത വർഷത്തിൽ POC ഒരു പുസ്തകം പുറത്തിറക്കുകയുണ്ടായി, സമർപ്പിതർ സഭയിൽ എന്ന പുസ്തകത്തിൻ്റെ പേര്. ഈ സമീപകാലത്തെ പരിശുദ്ധ മാർപ്പാപ്പന്മാരുടെ സന്യാസത്തെക്കുറിച്ചുള്ള ആ പ്രബോധനങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ചേർത്തുള്ള ഒരു പുസ്തകമാണത്.
സമർപ്പിത ജീവിതത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ല സഹായ ഗ്രന്ഥമാണ് ഈ സമർപ്പിതർ സഭയിൽ എന്നുള്ള ഗ്രന്ഥം. ഇതിനെയൊക്കെ കൂടി ഒരു ആധാരമാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സന്യാസത്തിൻ്റെ സൗന്ദര്യം. സന്യസ്തർക്ക് പ്രത്യാശ പകരുന്ന ഏതാനും ചില ചിന്തകൾ പങ്കുവയ്ക്കുക. ഒന്നാമത്തെ ചിന്ത, അത് പല കാര്യങ്ങളുണ്ട്. ഞാൻ ആ കാര്യങ്ങളിലെ ഒരു 3-4 കാര്യങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി തയ്യാറെടുത്തപ്പോൾ ഒരു 3-4 കാര്യങ്ങൾ പറയാൻ വേണ്ടി പരിശുദ്ധാത്മാ പ്രേരിപ്പിക്കുകയാണ്. ഒരു ചിന്ത ഇതാണ്, മുമ്പ് ഞാൻ സൂചിപ്പിച്ച സമർപ്പിത ജീവിതം എന്നുള്ള മിസ്റ്റർ ജോൺ പോൾ പാപ്പയുടെ ആ അപ്പസ്തോലിക ലേഖനത്തിൻ്റെ 105-ാമത്തെ ഖണ്ഡിക. അതിൻ്റെ തലക്കെട്ട് എന്താണെന്നറിയാമോ? സമർപ്പിതരില്ലെങ്കിൽ ഈ ലോകത്ത് എന്ത് സംഭവിക്കും? സമർപ്പിതരില്ലെങ്കിൽ ഈ ലോകത്ത് എന്ത് സംഭവിക്കും? ചാനലുകാർ പറയുന്നത് ഒരു ചുക്ക് സംഭവിക്കുകയാണെന്നാണ് പറയുന്നത്. പല കത്തോലിക്കരും അങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. ചില സമർപ്പിതരെ പോലും അങ്ങനെ വിശ്വസിച്ച് തുടങ്ങി എന്നതാണ് ഏറ്റവും ആപൽക്കരം. സന്യസ്തരില്ലെങ്കിൽ ഒന്നും സംഭവിക്കുകയില്ല. എന്നാൽ ഈ ചോദ്യം ചോദിച്ചിട്ട് പരിശുദ്ധ പിതാവ് തന്നെ അതിന് ചില ഉത്തരം കൊടുക്കുന്നുണ്ട്. അതിന് ഉത്തരം കൊടുക്കുന്നത് ഇങ്ങനെയാണ്. പരിശുദ്ധ പിതാവ് തന്നെ അതിന് ഉത്തരം കൊടുക്കുകയാണ്. സന്യസ്തരില്ലെങ്കിൽ എന്ത് സംഭവിക്കും ചോദിച്ചിട്ട് അദ്ദേഹം തന്നെ ഈ 105-ാമത്തെ ഖണ്ഡികയിൽ ചുവടെ ഉത്തരം കൊടുക്കുകയാണ്. അദ്ദേഹം പറയുന്ന ആശയം ഇങ്ങനെയാണ്: ലോകത്ത് കാണപ്പെടുന്നത് ഉപരിപ്ലവമായ സ്നേഹമാണ്. ഉപരിപ്ലവമായ സ്നേഹവും ആർദ്രതയുമാണ്. അവിടെ യഥാർത്ഥ സ്നേഹത്തിൻ്റെ അടയാളങ്ങൾ കാണപ്പെട്ടില്ലെങ്കിൽ എല്ലാം നശിച്ചു പോകും. ഈ ലോകത്തിൻ്റെ സ്നേഹം തണുത്തുറഞ്ഞു പോകും. അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നത് ലോകത്ത് യഥാർത്ഥ സ്നേഹത്തിൻ്റെ അടയാളമായിട്ട് നിലകൊള്ളുന്നത് സമർപ്പിതരാണ്. അതുകൊണ്ട് സമർപ്പിതർ ഇല്ലെങ്കിൽ, സന്യസ്തരില്ലെങ്കിൽ ഈ ലോകത്തിന് സ്നേഹമെന്ന ഒന്നില്ലാത്ത അവസ്ഥ വരും. പ്രത്യേകിച്ച് കത്തോലിക്കാ സഭയുടെ മുഖസൗന്ദര്യവും സ്വഭാവവുമായ സ്നേഹം അത് പ്രതിഫലിപ്പിക്കുന്നത് സന്യാസത്തിൽ കൂടിയാണ് പ്രധാനമായി. കാരണം ആ വിളിയുടെ സവിശേഷത കൊണ്ട് സന്യാസത്തിൽ കൂടിയാണ് സഭയുടെ മുഖസൗന്ദര്യവും സ്വഭാവവുമായ സ്നേഹം യഥാവത് പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ സന്യാസം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ സഭയ്ക്ക് തൻ്റെ സ്വത്വം വെളിപ്പെടുത്താൻ സാധിക്കാതെ പോകും. സഭയുടെ പ്രകാശവും സഭയുടെ സൗന്ദര്യവും പ്രകാശിപ്പിക്കാൻ പറ്റാതെ പോകും. ലോകത്തിന് തന്നെ സ്നേഹമില്ലാത്ത അവസ്ഥ വരും. അതുകൊണ്ട് സന്യാസം അത്രമാത്രം ലോകത്തിന് അത്യാവശ്യമാണ് അദ്ദേഹം പറഞ്ഞു നോക്കുകയാണ്. തൊട്ടു താഴെ അദ്ദേഹം പറയുകയാണ്, ക്രിസ്തു മണവാളനും സഭ മണവാട്ടിയുമാണ്. ക്രിസ്തു മണവാളനും ഓരോ ആത്മാക്കളും മണവാട്ടിയുമാണ്. ഇപ്പം സഭയുടെ ആത്മാവിൻ്റെ ഈ മണവാട്ടി സ്വഭാവം ഏറ്റവും അധികം പ്രകടമാകുന്നത് സമർപ്പിതരിലാണ്. ഇപ്പോൾ സന്യാസത്തിനെ കുറിച്ച് പറയുന്നത് തന്നെ അങ്ങനെയാണല്ലോ. ക്രിസ്തുവിൻ്റെ മണവാട്ടിമാരെന്നാണല്ലോ പ്രത്യേകം പറയുന്നത് തന്നെ. അപ്പോൾ സഭയുടെ ആ മണവാട്ടി സ്വഭാവം അതിനെല്ലാ പൂർണ്ണതയിലും പ്രകാശിതമാകുന്നത് സമർപ്പിതരിലാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്, സമർപ്പിതരില്ലാത്ത ഒരു ലോകം, ഒരു സഭ അതിന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. പ്രിയമുള്ളവർ, ഇത് ശക്തമായിട്ട് ഉള്ളിലേക്ക് ഓരോ സമർപ്പിതനും ആത്മാഭിമാനം ശരിക്കും ജ്വലിക്കാൻ വേണ്ടി, പ്രത്യാശ നിറയാൻ വേണ്ടി ഏറ്റെടുക്കേണ്ട ഒരു പ്രബോധനമാണിത്. സന്യസ്തരെ കൂടാതെ ഈ ലോകത്ത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഈ സഭയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അത്രമാത്രം സഭയുടെ ഒരു ജീവശ്വാസം പോലെ സന്യാസം നിൽക്കുകയാണ്. നമ്മൾ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ സന്യാസമില്ലാത്തൊരു സഭയിൽ ഒരിക്കലും ഇല്ലായിരുന്നു. സന്യാസമില്ലാത്തൊരു സമയം സഭയിൽ ഒരിക്കലും ഇല്ലായിരുന്നു. പക്ഷേ അതിൻ്റെ രൂപഭാവങ്ങൾ മാറി മാറി വന്നു മാത്രം. ആദിമസഭയിൽ കുടുംബങ്ങളിലായിരുന്നു സന്യസ്തരെങ്കിൽ പിന്നീട് വനാന്തരങ്ങളിൽ, മരുഭൂമിയിൽ, ഏകാന്തമായി, കൂട്ടായ്മയായി, പലവിധ രീതികളിൽ ഇന്നിതാ ജനമധ്യത്തിലേക്ക് സന്യാസം ഇറങ്ങി വന്നിരിക്കുകയാണ്. സന്യാസം ഇല്ലാത്തൊരു സമയം പോലും സഭയിൽ ഇല്ലായിരുന്നു. അത് ദൈവം തന്നെ അതിൽ നൽകിയിരിക്കുന്നതാണ്. അത്രമാത്രം സഭയ്ക്ക്. പിന്നെ നിങ്ങൾക്കറിയാം, സന്യാസികൾക്ക് പ്രത്യേകിച്ചറിയാം, ആദിമസഭയുടെ ആ രക്തസാക്ഷിത്വ സംസ്കാരമൊക്കെ സഭയിൽ നിലച്ചുപോയ സമയത്ത് ആ ഒരു സംസ്കാരം, ആ ഒരു ആധ്യാത്മികത സഭയിൽ എപ്പോഴും കാത്തു സൂക്ഷിച്ചത് സന്യസ്തരിലൂടെയാണ്. ആ ഒരു തീയ് എപ്പോഴും സഭയിൽ കാത്തു സൂക്ഷിക്കപ്പെട്ടത് സമർപ്പിതരിലൂടെയാണ്.
അതുകൊണ്ട് സമർപ്പിതരില്ലാത്ത, സന്യാസമില്ലാത്തൊരു സഭയെക്കുറിച്ച് സഭയ്ക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ട് എന്താണ്? അതുകൊണ്ട് എന്നൊക്കെ ഈ കത്തോലിക്കാ സഭ ലോകത്തുണ്ടായിരിക്കുമോ അന്നെല്ലാം സന്യാസവും ലോകത്തുണ്ടായിരിക്കും. ഇതാ ഇപ്പം പോവും, ഇപ്പം താഴെ പോവും എന്നൊക്കെ പറഞ്ഞ് കയ്യാലപ്പുറത്തേക്കും തേങ്ങയെ പോലെ സന്യാസത്തെ ആരും കാണേണ്ട ആവശ്യമില്ല. അതങ്ങനെയല്ല. ഒരിടത്ത് സന്യാസം ക്ഷയിച്ചു പോയാൽ മറ്റൊരിടത്ത് വളരും. യൂറോപ്പിൽ കുറഞ്ഞു പോയാൽ ഏഷ്യയിൽ വളരും, ഏഷ്യയിൽ കുറഞ്ഞാൽ ആഫ്രിക്കയിൽ വളരും. ചില സ്ഥലങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുമെന്നല്ലാതെ സന്യാസം അടിസ്ഥാനപരമായി നശിച്ചു പോകുന്നില്ല, നശിച്ചു പോകാൻ സാധ്യമല്ല. കാരണം യുഗാന്ത്യം വരെ ഉണ്ടായിരിക്കുമെന്ന് ഈശോ പറഞ്ഞ സഭയിൽ യുഗാന്ത്യം വരെ ഈ സന്യാസവും ഉണ്ടായിരിക്കണമെന്നത് ദൈവത്തിന് തികഞ്ഞ പദ്ധതിയാണ്. ഇപ്പം സഭയെ സംബന്ധിച്ച് വളരെ വിഷമം. ഒരു അച്ഛൻ ഒരിക്കലും പറഞ്ഞ ഓർമ്മയ്ക്കാണ്. അച്ഛൻ പറഞ്ഞു, വിജയ് ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഒരു 50 വർഷം കഴിയുമ്പോൾ കത്തോലിക്കാ സഭ തീർന്നു പോകും. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ദൈവം നൽകുന്ന പ്രത്യാശ എന്ന പുണ്യത്തിൽ ആശ്രയിച്ച് ഞാൻ ഇപ്രകാരം പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട അച്ഛ, 50 വർഷം പോയിട്ട് 500 കോടി വർഷം ഈ ഭൂമി ഉണ്ടെങ്കിൽ അന്ന് കത്തോലിക്കാ സഭയും ഉണ്ടായിരിക്കും. കാരണം നമ്മൾ കാണുന്ന കാര്യകാരണങ്ങൾ വെച്ചുകൊണ്ടല്ല സഭയുടെ നിലനിൽപ്പ്. സഭ എന്താണ്, അതാര് സ്ഥാപിച്ചു, എന്തിനു സ്ഥാപിച്ചു എന്നത് വെച്ച് വേണം നമ്മൾ സഭയെ വിലയിരുത്താൻ വേണ്ടി. ഏതെങ്കിലും ആശാര്യ പണിതല്ല സഭ. ദൈവം തന്നെയായ കർത്താവായ ഈശോ മിശിഹ സ്ഥാപിച്ചതാണ് സഭ. ഈശോ സ്ഥാപിച്ച സഭ വിളിക്കണമെങ്കിൽ ഈശോ തീരുമാനിക്കണം. കാര്യം ശരിയാണ്. നരക കവാടങ്ങൾ അവൾക്കെതിരെ ആക്രമിക്കും, മുറിവേൽപ്പിക്കും, ജീർണത കൊടുക്കും. പക്ഷേ ഒരിക്കലും അവളുടെ മേൽ പ്രബലപ്പെടുവാൻ അവൻ്റെ നായകൻ സമ്മതിക്കുകയില്ല. അതവൻ്റെ വചനമാണ്. ആകാശവും ഭൂമിയും കടന്നു പോയാലും മാറ്റമില്ലാത്ത വചനങ്ങൾ കൊണ്ട് ഈശോ സ്ഥിരീകരിച്ചതാണ് കത്തോലിക്കാ സഭയെ. അതിൻ്റെ മീതെ, അതിൻ്റെ മേലെ സാത്താൻ പ്രബലപ്പെടുകയില്ല. മത്തായിയുടെ സുവിശേഷം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28:20 ഈശോ പറഞ്ഞു, യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുഗാന്ത്യം വരെ ഈ സഭയുണ്ടായിരിക്കും, യുഗാന്ത്യം വരെ ആ സഭയുടെ കൂടെ ഈശോയും ഉണ്ടായിരിക്കും. കാര്യം ശരിയാണ്. കാറ്റും കോളും നിറഞ്ഞ ഈ കടലിൻ്റെ നടുവിലൂടെ ഈ സഭാനൗക മുന്നോട്ട് പോകുമ്പോൾ അത് കിടന്നുലയുമെന്നത് ശരിയാണ്. പക്ഷേ അത് അനാഥമായൊരു സഭയല്ല, അനാഥമായൊരു നൗകയല്ല. അന്നെന്നതുപോലെ തന്നെ എൻ്റെ അമ്പലത്ത് തലവെച്ച് എൻ്റെ നായകൻ നാഥൻ കിടന്നുറങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഭയമുണ്ടെങ്കിൽ അവനെ വിളിച്ചെഴുന്നേൽപ്പിക്കാം, പക്ഷേ അവൻ അവിടെ ഉണ്ട്. പ്രശ്നങ്ങളുടെ ആധിക്യം മൂലം, ജീർണതകളിലെ ആ ഒരു ആധിക്യം മൂലം എല്ലാം തീർന്നുപോയി എന്ന് മാനുഷികമായി നമുക്ക് തോന്നുമ്പോഴും സത്യം അതല്ല. യുഗാന്ത്യം വരെ ഈ സഭ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ ഈശോയാണ്, അതങ്ങനെ ഉണ്ടായിരിക്കുകയും ചെയ്യും. കാര്യം ശരിയാണ്, കാര്യം ശരിയാണ്. ദൈവശാസ്ത്രപരമായി ഈശോയ്ക്ക് തൻ്റെ അവസാന സമയത്ത് സംഭവിച്ചതെല്ലാം സഭയ്ക്കും സംഭവിക്കുക എന്നതുകൊണ്ട് കാലം മുന്നോട്ട് പോകും തോറും സഭയിൽ കൂടുതൽ കൂടുതൽ ജീർണത കാണപ്പെട്ടു വരും. അതിൻ്റെ ബാഹ്യഘടന കൂടുതൽ കൂടുതൽ വിരൂപമായിട്ട് മാറും. ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ഓഫ്ലൈൻ ധ്യാനങ്ങളൊക്കെ പറയുമായിരുന്നു, നമ്മളെ സഭയെ നോക്കി കഴിയുമ്പോൾ ഒത്തിരിയേറെ വിരൂപത തോന്നുന്നു. എന്നാൽ ഇപ്പോൾ എന്നതിനേക്കാൾ കൂടുതൽ കൂടുതൽ വിരൂപത കാണപ്പെടുകയും ഈ സഭയെ കണ്ടാൽ കർത്താവിൻ്റെ സഭ പോലുമല്ല എന്ന് തോന്നുമാറ് വിരൂപത ജനിപ്പിക്കുകയും ചെയ്യും. സഭയിലുള്ളവർക്ക് സഭയിലുള്ളവർ നോക്കുമ്പോൾ ഈ സഭയേക്കാൾ മെച്ചപ്പെട്ടതാണുള്ള മറ്റ് സഭകളെന്നും മറ്റ് മതങ്ങളെന്ന് പോലും തോന്നിപ്പോകും. എന്നിട്ട് കത്തോലിക്കാ സഭയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി മറ്റ് സഭകളിലേക്ക്, മറ്റ് മതങ്ങളിലേക്കൊക്കെ ചേക്കേറാൻ വേണ്ടി പോലും പ്രലോഭനമുണ്ടാകും. എന്നാൽ അന്ന് 2000 വർഷം മുമ്പ് ഈശോ കാൽവരി കയറിയ സമയത്ത്, ഈശോ പീഡനമേറ്റ സമയത്ത് അവിടുത്തെ പ്രിയപ്പെട്ടവർ ഈശോയെ ഇട്ടിട്ടോടിപ്പോയപ്പോഴും പ്രത്യാശ കൈവിടാതെ ഈ മരണത്തിനപ്പുറം, ഈ പീഡനങ്ങൾക്കപ്പുറം ഒരു ഉത്ഥാനമുണ്ടെന്ന് വിശ്വാസത്തിൽ ദർശിച്ച പരിശുദ്ധ അമ്മയുടെ വിശ്വാസമുള്ളവർ ഈ ജീർണത പ്രാപിക്കുന്ന സഭയെ കാണുമ്പോഴും ഈ സഭയിൽ തന്നെ നിലനിൽക്കും. അത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങൾ കൊണ്ടുള്ള ഒരു യാത്രയുടെ ഭാഗമാണ്. എന്തെങ്കിലും വരദാനങ്ങളോ അനുഗ്രഹങ്ങളോ ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവർക്ക് സാധ്യമല്ലാത്തതും ദൈവിക പുണ്യങ്ങളിൽ സ്ഥിരപ്പെട്ട ആത്മാക്കൾക്ക് മാത്രം പിടിച്ചു നിൽക്കാൻ പറ്റുന്നതുമായൊരു സാഹചര്യമായിരിക്കും അത്. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടായാലും, എന്ത് കാരണങ്ങൾ കൊണ്ടായാലും ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ ഭൗതിക ശരീരമാണ് സഭ എന്നതിനാൽ ഈ സഭ യുഗാന്ത്യം വരെ ഉണ്ടായിരിക്കും. സഭ യുഗാന്ത്യം വരെ ഉണ്ടെങ്കിൽ കടലായ ഈ സഭയിൽ തിരമാലയായ സന്യാസ സമൂഹവും സന്യാസവും യുഗാന്ത്യം വരെ ഉണ്ടായിരിക്കും. അക്കാര്യം സംശയമില്ല. കടൽ തിരമാലയം പോലെയാണ് സഭയും സന്യാസ സമൂഹങ്ങളും. കടലുണ്ടെങ്കിൽ തിരമാലയുമുണ്ട്. കത്തോലിക്കാ സഭ യുഗാന്ത്യം വരെ ഉള്ളപ്പോൾ തിരമാലകളായ സന്യാസ സമൂഹങ്ങളും യുഗാന്ത്യം വരെ ഉണ്ടായിരിക്കും.
അക്കാര്യം തീർച്ചയാണ്. അപ്പം അതുകൊണ്ട് സന്യാസം തീർന്നു പോകാൻ വേണ്ടി പോകുന്നു എന്നുള്ള നമ്മുടെ സ്വന്തം തോന്നലുകളും ചാനലുകാരുടെ പ്രഖ്യാപനങ്ങളും ഒന്നുമല്ല നമ്മുടെ വിശ്വാസത്തിന് ആധാരമായി നിൽക്കേണ്ടത്. അത് ക്രിസ്തുവിൻ്റെ വചനമാണ്, സഭയുടെ പ്രബോധനമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ജോൺ പോൾ പാപ്പയുടെ ഈ ഒരു പ്രബോധനം പ്രത്യേകമായിട്ട് ഉദ്ധരിച്ചത്. ഇതിനേക്കാൾ നിങ്ങൾക്ക് പ്രത്യാശ പകരുന്ന, സമർക്ക് പ്രത്യാശ പകരുന്ന മറ്റൊരു പ്രബോധനം പരിശുദ്ധ പിതാവിൽ നിന്ന് വരുന്നത് കേൾക്കുക. അതും അദ്ദേഹത്തിൻ്റെ വീത്ത കോൺസക്രേത്ത എന്നുള്ള ആ ഒരു രേഖയിൽ നിന്നാണ്. ഒരുപക്ഷെ നിങ്ങളെ ഏറ്റവും അധികം പ്രചോദിപ്പിക്കേണ്ട, ഇത് വായിച്ച സമയത്ത് എന്നെ ശക്തമായിട്ട് പ്രചോദിപ്പിച്ചതാണ്, പ്രത്യാശ കൊണ്ട് നിറച്ചതാണ് ഈ പ്രബോധനം. സമർപ്പിത ജീവിതം നമ്പർ 110. അവിടെ അദ്ദേഹം പറയുകയാണ്, ഓർക്കാനും പരിഗണിക്കാനുമുള്ള മഹത്വപൂർണമായ ഒരു ചരിത്രം മാത്രമല്ല നിങ്ങൾക്കുള്ളത്, ഇനിയും എഴുതി തീർക്കേണ്ട മഹത്തായ ഒരു ചരിത്രം കൂടിയുണ്ട്. ഭാവിയിലേക്ക് പഴയതിനേക്കാൾ വലിയ കാര്യങ്ങൾ പോലും ചെയ്തു തീർക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങളെ അയക്കുന്ന ഭാവിയിലേക്ക് നോക്കുക. ഹല്ലേലൂയ. എന്താ ഇതിൻ്റെ അർത്ഥം? ഇതിൻ്റെ അർത്ഥം സന്യാസത്തിന് ഇനി ഭാവി ഉണ്ടെന്ന് മാത്രമല്ല, സന്യാസത്തിൻ്റെ ഏറ്റവും മെച്ചപ്പെട്ട സമയം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. സന്യാസം ഇനി ഉണ്ടായിരിക്കുന്നു മാത്രമല്ല, സന്യാസത്തിൻ്റെ ഏറ്റവും മെച്ചപ്പെട്ടത് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇതിനോട് ചേർന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രബോധനം, പക്ഷേ സഭയെക്കുറിച്ചുള്ള ഒരു നല്ല ഒരു ബോധ്യം കൊണ്ട് മാത്രമേ, സന്യസ്തരെ സംബന്ധിച്ച് പലപ്പോഴുമുള്ളൊരു അടിസ്ഥാന പ്രശ്നം, അവർ കത്തോലിക്കാ സഭയേക്കാൾ കൂടുതൽ അവർക്ക് അറിയാവുന്നത്, പലപ്പോഴും കത്തോലിക്കാ സഭയേക്കാൾ കൂടുതൽ അവർക്ക് സ്നേഹമുള്ളത് സന്യാസത്തോടാണ്. അതൊരു അപകടകരമാണ്. പരിശുദ്ധ പിതാവ് ജോൺ പോൾ പാപ്പയുടെ സമർപ്പിത ജീവിതം എന്നുള്ള ആ രേഖയിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 46-ാമത്തെ ഖണ്ഡികയിൽ അവിടെ ഒരു ഹെഡിങ് കൊടുത്തിരിക്കുന്നതിനെ സഭയോട് ചിന്തിക്കുക. അത് എടുത്തു പറയുകയാണ്, സന്യസ്തർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർ സഭയോട് അഗാധമായ സ്നേഹവും ബന്ധമുള്ളവരായിരിക്കണം. കാരണം യഥാർത്ഥ അസ്തിത്വമുള്ളത് സഭയ്ക്കാണ്, കടലാണത്. അതുകൊണ്ട് സഭയോട് അഗാധമായ സ്നേഹമില്ലാതെ, സഭ എന്ന രഹസ്യം എന്താണെന്ന് മനസ്സിലാക്കാതെ, സഭയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ആ സംഭവങ്ങളിൽ ഒരു ദൈവശാസ്ത്രം മനസ്സിലാക്കാതെ മുന്നോട്ട് പോയാൽ സന്യാസിയുടെ ജീർണകൾ നമ്മളെ ഒത്തിരി നിരാശപ്പെടുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ സഭയിലെ പ്രബോധനം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. സെക്കൻഡ് വത്തിക്കൻ കൗൺസിലിലെ തിരുസഭയെക്കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 8-ാമത്തെ ഖണ്ഡികയാണ്. അവിടെ പഠിപ്പിക്കുകയാണ്, കാലത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തോടൊപ്പം ദൈവിക സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് സഭയും സദാ പുരോഗമിക്കുന്നു. ദൈവവചനങ്ങളുടെ സമ്പൂർണമായ തികവ് അവളിൽ എത്തുവോളം ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം, കർത്താവായ ഈശോ മിശിഹായുടെ വരവോടുകൂടി സത്യം ലോകത്തിന് വെളിപ്പെട്ടു. എന്നാൽ ആ വെളിപ്പെട്ട സത്യത്തെ സഭ കൂടുതൽ മനസ്സിലാക്കുന്നതും ജീവിക്കുന്നതും കാലഘട്ടങ്ങളിലൂടെയാണ്. സെയിന്റ് അഗസ്റ്റിൻ പറഞ്ഞിരിക്കുന്നത് പോലെ, കണ്ടെത്തിയവനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സഭ. അതുകൊണ്ടാണ് സഭ കാലാകാലങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നത്. സുനദോസുകളിലൊക്കെ കൂടുതൽ പൂർണ്ണമായ പ്രബോധനങ്ങൾ വരുന്നത്, പുതിയ ജീവിതശൈലികൾ ഉരുവായി വരുന്നത്. അതുകൊണ്ട് പുതിയ പ്രബോധനങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ പൂർണ്ണമായ പ്രബോധനങ്ങളും മറ്റും വരുമ്പോൾ അതിനനുസൃതമായ രീതിയിൽ സഭാത്മക ജീവിതവും രൂപാന്തരപ്പെടും. അപ്പോൾ പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ ഏറ്റവും മെച്ചപ്പെട്ട കാര്യങ്ങൾ, കത്തോലിക്കാ സഭയിലേക്ക് ഏറ്റവും മെച്ചപ്പെട്ടത് വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കത്തോലിക്കാ സഭയുടെ ഒരു ജീവശ്വാസം പോലെ നിൽക്കുന്ന സന്യാസത്തിലും ഏറ്റവും മെച്ചപ്പെട്ടത് വരാനിരിക്കുന്നതേ ഉള്ളൂ. അതാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്. ഇനിയും ഭാവിയിലേക്ക് നോക്കിയിരിക്കുക, ഏറ്റവും മെച്ചപ്പെട്ട വരാനിരിക്കുന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധ കത്തോലിക്കാ സഭയിലെ 4 വിശുദ്ധർ, 4 കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന 4 വിശുദ്ധർ ഒരുപോലെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമ്മളെ വിസ്മയിപ്പിക്കേണ്ടതാണ്, നമ്മളെ പ്രത്യാശ കൊണ്ട് ജ്വലിപ്പിക്കേണ്ടതാണ്. വിശുദ്ധ വിൻസെന്റ് ഫെറർ, വിശുദ്ധ ബെർണാഡ്, വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട്, വിശുദ്ധ കൊത്രേസ്യ, ഈ 4 പേരും പറഞ്ഞിരിക്കുന്നത് സഭയുടെ അവസാന സമയത്ത് സഭയിൽ അതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ വിശുദ്ധരേക്കാൾ മഹാവിശുദ്ധർ സഭയിൽ ഉണ്ടാകും. ഹല്ലേലൂയ. ഏറ്റവും മെച്ചപ്പെട്ട വരാനിരിക്കുന്നതേ ഉള്ളൂ. പ്രിയമുള്ളവരെ, സഭ നശിച്ചുകൊണ്ടിരിക്കുകയല്ല, സഭ ആൽഫയിൽ നിന്ന് ഒമേഗയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഏറ്റവും മെച്ചപ്പെട്ടതിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പെൺകുട്ടി വിവാഹിതയാകുന്നു, കുറച്ചുനാൾ കഴിഞ്ഞാൽ ഗർഭിണിയാകുന്നു, അവൾ കുഞ്ഞെ പ്രസവിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു. ഇത് ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇവൾ ഗർഭിണിയായി കഴിഞ്ഞ് കുറച്ചുനാൾ കഴിഞ്ഞൊരു കുട്ടി കാണുകയാണ്, അറിവില്ലാത്ത കുട്ടി കാണുകയാണ്. അപ്പോൾ കുട്ടി വിചാരിക്കുകയാണ്, ഈ പെൺകുട്ടി ഈ ഒരു ചേച്ചി ആകപ്പാടെ നശിച്ചു പോയല്ലോ, ഒരു കോലം കെട്ട് പോയല്ലോ. അല്ല, ആ ചേച്ചി മെച്ചപ്പെട്ട ഒന്നിലേക്ക് നീങ്ങുകയാണ്, മറ്റൊരു മനുഷ്യ ജന്മം കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അവൾ കാഴ്ചയിൽ മോശപ്പെട്ടെന്ന് തോന്നുന്ന കാര്യങ്ങളുടെ പുറകിൽ
അകത്ത് ജീവാത്മകമായ എന്തൊരു വളർച്ച സംഭവിക്കുകയാണ്. അത് പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നയിക്കുന്ന കത്തോലിക്ക സഭയെ സംബന്ധിച്ച് ഏറ്റവും മെച്ചപ്പെട്ടതിലേക്ക് സഭ നീങ്ങുന്നു. അതുകൊണ്ട് തന്നെ ആ സഭയുടെ പ്രധാന ഭാഗമായിരിക്കുന്ന സന്യാസവും ഏറ്റവും മെച്ചപ്പെട്ടതിലേക്ക് നീങ്ങുകയാണ്. സന്യാസത്തെ സംബന്ധിച്ച് നിവർന്നു നിൽക്കാനുള്ള, ആത്മവിശ്വാസം പ്രാപിക്കാനുള്ള, ആത്മാഭിമാനം പ്രാപിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ് തങ്ങളിലെ ഏറ്റവും മെച്ചപ്പെട്ടത് പുറത്തു വരാതിരിക്കുന്നേ ഉള്ളൂ എന്ന് ചിന്ത. മൂന്നാമത്തെ കാര്യം, പ്രത്യാശിക്കാനുള്ള, സന്യാസികൾ പ്രത്യാശിക്കാനുള്ള മൂന്നാമത്തെ കാരണം, പല കാരണങ്ങളുണ്ട്. മൂന്നാമതൊരു കാരണം പറയാൻ വേണ്ടിയുള്ളത് അത് നമ്മളെ ഈ കേരള സഭയുമായി ബന്ധപ്പെട്ടാണ്. പ്രിയമുള്ളവരെ, കേരള സഭയിൽ ഇപ്പോൾ 4 വിശുദ്ധരാണ് ഉണ്ടായിട്ടുള്ളത്. 4 വിശുദ്ധർ. ഈ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഈ 4 വിശുദ്ധരെയും സംഭാവന ചെയ്തത് സമർപ്പിതരാണ്, സന്യസ്തരാണ്. ഇടവക വൈദികരിൽ നിന്നോ അൽമായ കുടുംബങ്ങളിൽ നിന്നോ അല്ല. 4 വിശുദ്ധരും സന്യാസ ഭവനങ്ങൾ സമർപ്പിതരുടെ ഇടയിൽ നിന്നാണ്. സന്യാസം വെറും നിർജീവമായിട്ടല്ല, ജീവനുള്ളതാണ്. കേരള സഭയെ സംബന്ധിച്ച് സമാനതകളില്ലാതെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ സമർപ്പിത സമൂഹം തന്നെയാണ്. കാരണം ഒരു മനുഷ്യാത്മാവിനെ സംബന്ധിച്ച്, ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവൻ്റെ അത്യന്തിക ലക്ഷ്യം വിശുദ്ധനായി തീരുക എന്നുള്ളതാണ്. ആ വിശുദ്ധനായി തീരുക എന്നുള്ള അത്യന്തിക ലക്ഷ്യം കേരള സഭയിൽ പ്രാവർത്തികത എത്തിക്കുവാൻ വേണ്ടി ഇടയായിത്തീർന്നത് സമർപ്പിതരാണ്. ഒത്തിരിയേറെ കാര്യങ്ങളുടെ ഇടയിൽ, ഒത്തിരിയേറെ പ്രത്യാശിക്കാനുള്ള ഒത്തിരിയേറെ കാര്യങ്ങളുടെ ഇടയിൽ പ്രത്യാശയ്ക്കുള്ള ചില കാര്യങ്ങൾ, ചെറു ചിന്തകൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇതുപോലെയുള്ള 30ഓളം കാര്യങ്ങൾ അടങ്ങിയ ഒരു പാക്കേജാണ് സന്യാസിൻ്റെ സൗന്ദര്യം എന്നുള്ള നമ്മളുടെ മുഴു ശുശ്രൂഷയിലുള്ളത്. പ്രത്യേകിച്ച് ആ പുസ്തകത്തിലുള്ളത് അതാണ്. നമ്മൾ പറഞ്ഞ 6 ദിവസ ധ്യാനങ്ങളിലും ഈ ഒരു വിഷയമാണുള്ളത്. ഇതുപോലെയുള്ള അനേകം ചിന്തകളെ വിശദമായി വ്യാഖ്യാനിച്ച് പങ്കുവെക്കുകയാണ് ആ ധ്യാനത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഞങ്ങൾ ചുവടെ ചേർക്കും. എന്തായാലും സന്യസ്തരെ സംബന്ധിച്ച് ഞാൻ ഒരു കാര്യം കൂടി എടുത്തു പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, ഈ സമർപ്പിത ശുശ്രൂഷയിൽ ഒരു അൽമായൻ യാദൃശ്ചികമായിട്ട് കടന്നു വന്നു ഓൺലൈനിൽ. കാരണം ശുശ്രൂഷ സമർപ്പിതർക്ക് മാത്രമായിരുന്നു. എന്നാൽ യാദൃശ്ചികമായിട്ട് ഒരു അൽമായൻ കടന്നു വന്നു. ക്ലാസ് കഴിഞ്ഞ് കമൻറ്റ് പറയുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ക്ലാസ്സിൽ വന്നത് എന്നെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിച്ചു. സന്യാസത്തെക്കുറിച്ച് യാതൊരു കാഴ്ചപ്പാടുമില്ലാതെ, പ്രത്യാശയുമില്ലാതെ, സന്യസ്തരെ കുറിച്ച് ഒരു മതിപ്പുമില്ലാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സന്യാസത്തോടും സമർപ്പിതരോടും വലിയൊരു സ്നേഹം തോന്നുന്നു, അവരെക്കുറിച്ച് വലിയൊരു ബഹുമാനം തോന്നുന്നു. അത് പ്രിയമുള്ളവരെ, അത്യധികം ആദരവ് തോന്നേണ്ട, ബഹുമാനം തോന്നേണ്ട ഒരു സമൂഹമാണ് ഈ സമർപ്പിത സമൂഹം. സമർപ്പിതയെക്കുറിച്ചുള്ള യഥാർത്ഥമായ സത്യം പുറത്തു വന്നു കഴിയുമ്പോൾ അവർ ആനന്ദം കൊണ്ട് നിറയും, ആത്മവിശ്വാസം കൊണ്ട് നിറയും, ആത്മാഭിമാനം കൊണ്ട് നിറയും. തങ്ങളെക്കുറിച്ച് ഇത്ര വലിയ യഥാർത്ഥങ്ങൾ ഉണ്ട് എന്നുള്ള അറിവ് അവരെ സന്തോഷഭരിതരാക്കും. തങ്ങളെ ഈ ലോകത്തിന് ആവശ്യമുണ്ട്, സഭയ്ക്ക് ആവശ്യമുണ്ട്. തങ്ങൾ കൂടാതെ സഭയ്ക്ക് യഥാവധി മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. തങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ട് വരാതിരിക്കുന്നൊക്കെയുള്ളൂ എന്നുള്ള ചിന്ത എത്ര അധികമായിട്ടൊരു സമർപ്പിത വ്യക്തിയെ കൂടുതൽ പ്രത്യാശയുള്ള വ്യക്തിയാക്കാതിരിക്കുകയില്ല. അതിന് അപ്രകാരമുള്ള ഒരു പ്രത്യാശ കൊണ്ട് എല്ലാവരും നിറയട്ടെ. പ്രത്യേകിച്ച് ലോകമെമ്പാടുമുള്ള എല്ലാ സമർപ്പിതരും ഈ പ്രത്യാശയുടെ അഭിഷേകം കൊണ്ട് നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിന് ശക്തമായ ഇടപെടൽ ഈ ശുശ്രൂഷയിലൂടെ അനേകം പേരിലേക്ക് കടന്നിടട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാ സമർപ്പിതരെയും, പ്രത്യേകിച്ച് നാളിതുവരെ കത്തോലിക്കാ സഭയ്ക്ക് ശുശ്രൂഷ ചെയ്ത് സഭയെ സഭയാക്കി മാറ്റുന്നതിൽ അത്യധ്വാനം ചെയ്ത എല്ലാ സമർപ്പിതരെയും നന്ദിയോടെ ഓർമ്മിച്ചുകൊണ്ട്, ഇപ്പോഴും സഭയിൽ ഒത്തിരിയേറെ പുഴുക്കുത്തുകൾ കാണപ്പെടുമ്പോഴും അതിൻ്റെ ഇടയിൽ അതിതീഷ്ണമായിട്ട് ജീവിക്കുന്ന അതിവിശുദ്ധി ജീവിക്കുന്ന ആ സമർപ്പിത മുൻപാകെ ഹൃദയം കൊണ്ട് നമിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു. ഈശോ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ.